ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം 2 മാസത്തിനുള്ളിൽ നടത്തണമെന്ന് സുപ്രീം കോടതി. സെർച്ച് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ സുപ്രീം കോടതി നിയമിച്ചു. ചാൻസലറും സംസ്ഥാന സർക്കാരും നൽകിയ പട്ടികയിൽ നിന്ന് 2 പേരെ വീതം തെരഞ്ഞെടുത്ത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാം. 2 ആഴ്ചയ്ക്കുള്ളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിലെ ചാൻസലർ സർക്കാർ തർക്കത്തിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി. നിലവിൽ വിരമിച്ച ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായാണ് ഇപ്പോൾ സുപ്രീം കോടതി നിയമിച്ചിരിക്കുന്നത്. അതായത് ജസ്റ്റിസ് സുധാൻഷു ധൂലി ആയിരിക്കും ഇനി ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക. സംസ്ഥാനവും ചാൻസലറും നൽകിയ പട്ടിക, ആ പട്ടികയിൽ നിന്ന് 2 പേരെ വീതം സ്വീകരിച്ചുകൊണ്ട് ഈ കമ്മിറ്റി രൂപീകരിക്കാം എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഉത്തരവിലൂടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഈ ചെയർപേഴ്സൺ തുടരും. 2 ആഴ്ചയ്ക്കുള്ളിൽ കമ്മിറ്റി രൂപീകരിക്കണം. സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഈ കമ്മിറ്റി രൂപീകരിച്ചാൽ സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് VC നിയമനത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നതിന്റെ ഒരു പരസ്യം പ്രസിദ്ധീകരിക്കണം എന്നതും കോടതി പറയുന്നുണ്ട്. സർക്കാരും ചാൻസലർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം ഈ നോമിനികളെ തിരഞ്ഞെടുക്കാൻ. ഒന്നുകിൽ ഈ പറഞ്ഞ ഒരൊറ്റ 2 യൂണിവേഴ്സിറ്റികൾക്കുമായി ഒരു സെർച്ച് കമ്മിറ്റി എന്ന നിലയിലോ അല്ലെങ്കിൽ 2 സെർച്ച് കമ്മിറ്റി എന്ന നിലയിലോ രൂപീകരിക്കാം എന്നുകൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ നടപടികളുടെ പുരോഗതി കോടതി അറിയിക്കണം. 2 മാസത്തിനകം തന്നെ VC നിയമനം സംബന്ധിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ ഉത്തരവിലൂടെ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സഹകരിച്ച് മുൻപോട്ട് പോകാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു ഉത്തരവ് വായിച്ച് അവസാനിപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് പർദിവാല പറഞ്ഞത്. അച്യുതനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 സർവകലാശാലകൾക്കും VC നിയമനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമാക്കുന്നത്. 1 മാസത്തിനുള്ളിൽ അതിന്റെ നടപടികൾ, അതിന്റെ പുരോഗതി എങ്ങനെയാണ് എന്നുള്ള കാര്യം കോടതി അറിയിക്കണം എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്നിച്ചോ പ്രത്യേകമായോ കമ്മിറ്റി രൂപീകരിക്കാം എന്നും കോടതി വ്യക്തമാക്കുന്നു. ഏറെ നാൾ നീണ്ട തർക്കത്തിനൊടുവിൽ അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ, പിന്നീട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ എടുത്ത മുൻകൈ, അതിനൊക്കെ ശേഷം ഇപ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഇതിൽ ഈ റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനാകണം എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ആവശ്യമായിരുന്നു, സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമായിരുന്നു. അതുകൂടി കോടതി അംഗീകരിക്കുന്നു എന്നതും പ്രധാനമാണല്ലോ അച്യുതൻ. തീർച്ചയായിട്ടും ബ്രിജിത്ത്, അതായത് ഈ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ജഡ്ജിയെ സമിതിയുടെ അധ്യക്ഷനാക്കി കഴിഞ്ഞാൽ ഒരു തുല്യത, കമ്മിറ്റിയിലൊരു തുല്യത പാലിക്കാനാകും എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ബംഗാൾ മാതൃക നടപ്പാക്കണം എന്നൊരു ആവശ്യം കൂടി സംസ്ഥാനം മുൻപോട്ട് വച്ചു. എന്നാലും സംസ്ഥാനത്തിന്റെ ആ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് പർദിവാല വിരമിച്ച ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ ഈ സമിതികളുടെ ചെയർപേഴ്സണായി നിയമിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം. അദ്ദേഹത്തിന് അതിനുള്ള വിവേചനാധികാരം നൽകുന്നു എന്നാണ് ജസ്റ്റിസ് പർദിവാല പറഞ്ഞത്. കമ്മിറ്റിയിലേക്ക് വേണ്ട, അതായത് സംസ്ഥാനം നൽകിയിരിക്കുന്ന പട്ടികയിൽ നിന്ന് 2 പേരെ ഉൾപ്പെടുത്തണം. ചാൻസലർ നൽകിയ പട്ടികയിൽ നിന്ന് 2 പേരെ ഉൾപ്പെടുത്തണം. അടുത്ത ആളെന്ന് പറയുന്നത് UGC നോമിനി ആയിരിക്കും. ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെർച്ച് കമ്മിറ്റി, തുല്യതയുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. 2 സർവകലാശാലകളുടെയും പ്രശ്നം പരിഹരിക്കുന്നതിനായി ഒരൊറ്റ സെർച്ച് കമ്മിറ്റിയോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകം കമ്മിറ്റികളോ രൂപീകരിക്കാം. അതെല്ലാം തന്നെ ചെയർപേഴ്സന്റെ അധികാര പരിധിയിൽ വരുന്നതാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ചെയർപേഴ്സന് സർക്കാർ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കണം. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വേണ്ടി വസതി ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള വാഹനം, ഓണറേറിയമായി 3 ലക്ഷം രൂപ നൽകണം എന്നടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തോടും നിർദ്ദേശിക്കുകയുണ്ടായി. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികളുടെ ഭാവിയെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്കാണ് നിലവിൽ സർക്കാർ ചാൻസലർ പോര് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. അത് ഒരു നല്ല സന്ദേശമല്ല നൽകുന്നത് എന്നായിരുന്നു തുടക്കത്തിൽ തന്നെ സുപ്രീം കോടതി നിരീക്ഷിച്ചത്. അതിനുശേഷമാണ് സെർച്ച് കമ്മിറ്റി രൂപീകരണം എന്ന ഉത്തരവാദിത്വം സുപ്രീം കോടതി സ്വയം ഏറ്റെടുക്കുന്നത്. സംസ്ഥാനത്തോടും ഈ ചാൻസലറോടും പട്ടികകൾ നൽകാൻ പറഞ്ഞു. അതിൽ നിന്നൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാം എന്നതായിരുന്നു സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ച ഒരു സമീപനം. എന്തായാലും പട്ടിക കൈമാറിയതോടുകൂടിയാണ് ഇതിലൊരു തർക്ക പരിഹാരത്തിനായി ഇപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ചെയർപേഴ്സണായി റിട്ടയർഡ്
ജസ്റ്റിസ് സുധാൻശു ധൂലിയെ നിയമിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഇനി ഒരിക്കലും ഈ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഇക്കാര്യത്തിൽ രണ്ട് യൂണിവേഴ്സിറ്റികളുടെയും VC നിയമനത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സുപ്രീം കോടതി ഇതിൽ പരമമായി നിരീക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സഹകരണം, സർക്കാരിന്റെയും ചാൻസലറുടെയും സഹകരണം ഈ വിഷയത്തിൽ വേണം എന്ന് ആവർത്തിക്കുകയാണ് സുപ്രീം കോടതി. കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു ഉത്തരവിന് ശേഷം ജസ്റ്റിസ് പർദിവാല സർക്കാരിനോടും ചാൻസലറോടും പറഞ്ഞത്. അതായത് ഇരുവരും പൂർണ്ണ സഹകരണത്തോടുകൂടി ഇക്കാര്യത്തിൽ മുൻപോട്ട് പോകണം എന്നാണ് ആ ഒരു സന്ദേശം ഉത്തരവിലൂടെ നൽകിയിരിക്കുന്നത്. എന്തായാലും നിർണായക ഇടപെടൽ എന്ന് തന്നെ പറയാം. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൂടി സുപ്രീം കോടതി ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നൽകുകയാണ്. രണ്ട് സർവകലാശാലകൾക്കുമായി ഒന്നിച്ചോ അല്ലെങ്കിൽ പ്രത്യേകമായോ കമ്മിറ്റി രൂപീകരിക്കാം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സെർച്ച് കമ്മിറ്റിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ചാൻസലറുടെ ഭാഗത്തുനിന്നും ഒക്കെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി കോടതി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നേരത്തെ വലിയ തർക്കങ്ങളിലേക്ക്, നിയമയുദ്ധങ്ങളിലേക്ക്, വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള തർക്കങ്ങളിലേക്കൊക്കെ ആ സാഹചര്യം മാറിയതും വഷളായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കോടതി അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ കൂടി സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നൽകുന്നു എന്നതാണ് പ്രത്യേകത. കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു ഈ റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനാക്കിക്കൊണ്ട് സമിതി രൂപീകരിക്കണം എന്നുള്ള ആവശ്യം. അതെന്തായാലും കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധേയമായി ചൂണ്ടിക്കാട്ടേണ്ടതാണ്. രണ്ട് സർവകലാശാലകൾക്കും VC നിയമനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം. 1 മാസത്തിനുള്ളിൽ ഇതിൻ്റെ നടപടികളൊക്കെ പൂർത്തിയാക്കണം. അതിനുശേഷം ആ നടപടികളുടെ പുരോഗതി എന്താണ് എന്നുള്ള കാര്യം സുപ്രീം കോടതി അറിയിക്കണം എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.